പെരുമാതുറയിൽ പുതിയ തുറയിൽ അവിടെ തിരുവനന്തപുരം പുതിയ തുറയിൽ അർജന്റീന ആരാധകരുടെ ഒരു റോഡ് ഷോയുണ്ട്, വലിയ റാലിയുണ്ട്. ഫുട്ബോളിന്റെ ആവേശം ഓരോ ഗ്രാമങ്ങളിലേക്കും അങ്ങനെ എത്തുന്നതിന്റെ സൂചനകളാണ്. പുതിയ തുറയിലാണ് അർജന്റീന ആരാധകരുടെ റോഡ് ഷോ. ദേവൻ MP ഉണ്ട് സ്ഥലത്തുനിന്നും. ദേവൻ, അങ്ങനെ ഓരോ ഗ്രാമങ്ങളിലേക്കും ലോക ഫുട്ബോളിന്റെ ആവേശം, ഫൈനൽ ആവേശം എത്തിക്കഴിഞ്ഞു. എന്താണ് അവിടുത്തെ ഒരു റോഡ് ഷോയുടെ വിശേഷങ്ങൾ? കിരീടം അർജന്റീനയുടെ കാൽക്കളിലേക്ക് എത്തുന്നു എന്നാണ് അർജന്റീനയുടെ ആരാധകർ പറയുന്നത്. അതിന്റെ ആവേശം ഇപ്പോൾ മുതൽ തന്നെ അവർ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. തിരുവനന്തപുരം പുതിയ തുറയിൽ ഇന്ന് രാവിലെ മുതൽ തന്നെ ആരംഭിച്ച റോഡ് ഷോ ഈ പറയുന്ന പോലെ തന്നെ ഓരോ റോഡുകളിലേക്കും പടർന്നു ചെന്നുകൊണ്ട് അവരുടെ ആവേശം അത് എല്ലാവരിലേക്കും എത്തിക്കുന്നു എന്ന് വേണം പറയാൻ. അതാണ്, അത്രയ്ക്ക് ആവേശത്തിലാണ് ആരാധകർ. അവർ തീർച്ചയായും ഒരു കാര്യം പറയുന്നു, ഇന്ന് രാത്രി നടക്കുന്നത് ഒരു കേവലം മത്സരം മാത്രമാണ്, വിജയം അർജന്റീനയുടേതാണെന്നുള്ള കാര്യം നേരത്തെ തന്നെ ഉറപ്പിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഏതായാലും ആരാധകരുടെ കൂടി അഭിപ്രായത്തിലേക്ക് അതിലേക്ക് തന്നെ പോവാം. അർജന്റീന ഈ ലോകകപ്പ് കിരീടം നിലനിർത്താൻ പോവുകയാണ്. അർജന്റീന തീർച്ചയായും ഇത്രയും മാച്ച് ജയിച്ചു വരാൻ കഴിയുമെങ്കിൽ ഇനി അടുത്തുള്ള ഫൈനൽ മാച്ച് നിസ്സാരമായിട്ട് 2-0 അടിച്ച് ജയിച്ചിരിക്കും. ഒന്നുമില്ല, മെസ്സിക്കടുത്ത് രണ്ടാമത്തെ വേൾഡ് കപ്പ് കിട്ടും. ഗോൾഡൻ ബൂട്ട് ഓൾറെഡി പോയി കഴിഞ്ഞാൽ അതിന് കിട്ടുന്ന സംശയമാണ്. ഗോൾഡൻ ബോൾ കിട്ടും, ഒരു വേൾഡ് കപ്പും. ഇത് ഇത്ര ഞങ്ങൾക്കുള്ളതാണ്. മെസ്സി യങ് പ്ലെയർ നമ്മുടെ യമാലിന്റെ തന്നെ പോകും, ലമീൻ യമാൽ. അതാണ് മെസ്സി യമാൽ പോരാട്ടമാണ് ഒരു വലിയ കാര്യമായിട്ട് എല്ലാവരും പറയുന്നത്. എല്ലാവർക്കും അറിയാം ഫുട്ബോൾ ഗോഡാണ് മെസ്സി. അപ്പോൾ ഗോഡ് അതിനുശേഷം അറിയാം യമാൽ എങ്ങനെയാണ് വന്നതെന്ന് എല്ലാവർക്കും അറിയാം. മെസ്സിയുടെ പിൻഗാമിയായിട്ട് കാണുന്ന വ്യക്തിയാണ്. അപ്പോൾ മെസ്സിയുടെ പിൻഗാമിയും മെസ്സിയും തമ്മിൽ ആദ്യത്തെ പോരാട്ടം നമുക്ക് എല്ലാവർക്കും സ്പെയിൻ വേഴ്സസ് അർജന്റീന ഫിനാലിസം മാറ്റിപ്പോയതാണ്. അപ്പോൾ അതിന് പകരം ഇപ്പോൾ കിട്ടിയ ഈ സുവർണാവസരം നമ്മൾ എല്ലാവരും ഉപയോഗിക്കും. എത്ര ഗോളിനായിരിക്കും അർജന്റീന ജയിക്കുക? ഒന്ന് മെസ്സി അടിക്കുന്നതാണ് എൻ്റെ ഒരു 2-0 അർജന്റീന ജയിക്കുക. സ്പെയിനിനെ കൊണ്ട് ഒരു ഗോൾ പോലും അടിക്കാൻ സാധിക്കത്തില്ല. കാരണം അർജന്റീന വിചാരിക്കുന്ന ടീമല്ല. കഴിഞ്ഞ വേൾഡ് കപ്പിൽ ഫ്രാൻസ് ഇതേപോലെ കയറി വന്ന ടീമാണ്. അതേ ഫ്രാൻസിന് 3-3 തളച്ച് 3 ടീം ഗോൾ അവർക്കെതിരെ അടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വേൾഡ് കപ്പിൽ ഉറപ്പാണ് സ്പെയിൻ അടിച്ചിരിക്കും. നിങ്ങൾ എത്രത്തോളം ആവേശത്തിലാണ്? വേറെ ആവേശം അങ്ങോട്ട് നോക്കി തീർന്ന് അത്രയുള്ള ആവേശം. ഓൾറെഡി കുറെ ഗുണ്ട് വെച്ച് ആ ഗുണ്ടൊന്ന് കാണാൻ ആരും കട്ടോണ്ട് വരിക, ആ ഗുണ്ടൊക്കെ ഇവിടെ വിടാനുള്ള സാധനം. ഇതെല്ലാം ഓരോ ഏരിയ. ഇത് കുറച്ച് പോർച്ചുഗൽ ഫാൻസ് ഇവിടെ ഉണ്ട്. ഇവിടെ ഒരു ബ്രസീലിൽ ഒരു കട്ടൗട്ട് ഉണ്ട്, അവിടെ ഇവിടെ വാഹനത്തിന് മുകളിൽ ഒരാളിരിപ്പുണ്ട്. ഈ പറയുന്ന പോലാണ് ഈ ഫാൻസിന്റെ കാര്യം ഒരു എടുത്തു പറയേണ്ട കാര്യമാണ്. കാരണം അർജന്റീനയ്ക്ക് എതിരാണ് ഇപ്പോൾ ഫാൻസ് എല്ലാവരും. ബ്രസീൽ ഫാൻസ്, പോർച്ചുഗൽ ഫാൻസ്, ജർമ്മൻ ഫാൻസ് എല്ലാവരും ഇപ്പോൾ അർജന്റീനയ്ക്ക് എതിരായി. അതുകൊണ്ടിപ്പം അർജന്റീന ഫാൻസും ഒരു വലിയ വിഭാഗം എതിർഭാഗത്ത് നിൽക്കുവാണ്. സംഭവം അത് വേറെ എന്ത് പറയാനാണ്? കളി ജയിക്കുമ്പോൾ അഹങ്കാരം കൊണ്ട് പറയുന്നതാണ്. അതിൽ മുക്കാൽ ഭാഗം കള്ളമാണ്. അവർ കളിക്കുന്നു, കളിക്കുന്നു, ബാക്കിയുള്ള കാര്യം നമ്മളുടെ ആവശ്യമില്ല. അവർ കളിച്ച് ഗോൾ നേടി ജയിക്കുന്നു, ഇത്ര ഞാൻ അറിഞ്ഞാൽ മതി. ഇന്നത്തെ കളിയും അങ്ങനെ നടക്കും, അതോടെ തീരും. ഞങ്ങൾ കപ്പടിക്കും, വീണ്ടും 4 സ്റ്റാർ അടിക്കും, അതോടെ 4 വർഷം കഴിഞ്ഞ് വീണ്ടും. പറയുന്നതേ കേരളത്തിന് മുമ്പില്ലാത്ത വിധം സ്പെയിൻ ആരാധകർ കൂടിയെന്നാണ് പറയുന്നത്. സ്പെയിന് മാത്രമല്ല, കഴിഞ്ഞ കളിയുടെ 4 ഇംഗ്ലണ്ടിൽ ഉണ്ട്, ഈജിപ്തിനുണ്ട്, എല്ലാവർക്കും ഉണ്ട്. അവരുടെ ഒറ്റ എതിരാളി മാത്രമേ ഉള്ളൂ അർജന്റീനയും മെസ്സിയും. ആ കാര്യം ആവശ്യമൊന്നും പറയേണ്ട ആവശ്യമില്ല. ഇന്നിപ്പോ എന്തായാലും 2 ഗോളാണ് ഇവിടെ മറ്റൊരു സുഹൃത്ത് പറഞ്ഞത്. 2 ഗോളിന് തന്നെ ആയിരിക്കും അർജന്റീനയുടെ ജയം. 2-1 ജയിച്ചിരിക്കും. 2-1 ഉറപ്പായിട്ട് ജയിച്ചിരിക്കും. മെസ്സിയുടെ സംഭാവന എത്ര ഉണ്ടായിരിക്കും? മെസ്സിയുടെ സംഭാവന ഫുള്ള് ഗ്രൗണ്ടിലുണ്ട്, അത് മതി. 90 മിനിറ്റ് അത് മതി. ഗോളടിക്കാതെ രണ്ടാമത്തെ കാര്യം. 90 മിനിറ്റ് കളി ഗ്രൗണ്ടിലുണ്ട്, ഞങ്ങൾക്ക് അത് മാത്രം മതി. അരുണ്യ, ഈ പറയുന്ന പോലെ തന്നെ പ്രായമുള്ള ആൾക്കാർ മാത്രമല്ല, കുട്ടികൾ വരെ ഈ ഒരു ആരാധനയുടെ അല്ലെങ്കിൽ ആവേശത്തിന്റെ കൊടുമുടിയിലാണെന്ന് പറയേണ്ടി വരും. നാളെ സ്കൂളിന് അവധിയാണ്. മുഖ്യമന്ത്രി പറഞ്ഞ് ഫുട്ബോൾ കളിയൊക്കെ കണ്ടിട്ട് ഉറങ്ങിയിട്ടൊക്കെ പയ്യെ സ്കൂളിൽ വന്നാൽ മതിയെന്നാ. അപ്പൊ ഇന്ന് രാത്രി സന്തോഷമായിട്ട് കളി കാണാമല്ലോ. അവധിയെന്ന് അറിഞ്ഞപ്പോ സന്തോഷമായോ? കളി കാണാറുണ്ടായിരുന്നു? എല്ലാ ദിവസവും കളി കാണാറുണ്ടായിരുന്നോ? ഇന്നപ്പോ അർജന്റീന ജയിക്കും. മെസ്സി തന്നെ ഗോൾ അടിക്കുക. അത് തന്നെയാണ് അരുണ്യ. എല്ലാവരും വലിയ ആവേശത്തിൽ തന്നെയാണ്. ഈ കാണുന്ന കാഴ്ചകൾ മാത്രമല്ല, ഒരു വലിയ റോഡ് ഷോ തന്നെയാണ് ഇവിടെ നടക്കുന്നത്. അത് വളരെ നേരമായി ആരംഭിച്ചിട്ട് ഈ പറയുന്നത് പോലെ തന്നെ എനിക്ക് കാണാൻ കഴിയും ഇവിടെ എത്രത്തോളം ആൾക്കാരാണ് ഈ റോഡ് ഷോയുടെ ഭാഗമായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നതെന്നുള്ള കാര്യം കാണാൻ കഴിയും. വാമോസ് അർജന്റീന! എത്രത്തോളം ആവേശത്തിലാണ്? മോനൊക്കെ ഉണ്ടല്ലോ. മോന് അർജന്റീന കൊച്ചുകുട്ടികൾ വരെ ഉണ്ട് ഈ ഒരു അവരുടെ ആവേശത്തിനൊപ്പം കൂടിക്കൊണ്ട്. അത്രയധികം ആവേശത്തിൽ തന്നെയാണ് ആരാധകർ എല്ലാവരും തന്നെ ഉള്ളത്. അവർ രാവിലെ മുതൽ ഈ ഒരു റോഡ് ഷോ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഈ പറയുന്ന പോലെ തന്നെ ഈ ഒരു പുതിയതുറ സൈഡിന്റെ എല്ലാ റോഡുകളിലൂടെയും അവർ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. വൈകുന്നേരം വരെയും ഇതേ ആവേശം തുടരും. ശേഷം രാത്രി മത്സരമാണ്. ആ മത്സരത്തിന് ശേഷം നാളെ പുലർച്ചെ വരെയും ഇതേ ആവേശം റോഡിൽ കാണുമെന്ന് തന്നെയാണ് അർജന്റീന ആരാധകർ പറയുന്നത്. അരുണ്യ,
ദേവൻ മെസ്സിപ്പടയുടെ കൂട്ടത്തിലാണെങ്കിലും ദേവനോട് ചോദിക്കുകയാണ് എന്താണ് ദേവന്റെ ഒരു പ്രഡിക്ഷൻ, ദേവൻ ഏത് ടീമിന്റെ കൂടെയാണ്, ആര് ജയിക്കും, ആര് കപ്പ് തോക്കുമെന്നാണ് ദേവന്റെ ഒരു പ്രതീക്ഷ. കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു അരുണ്യ, കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. പണ്ട് മുതലേ അർജന്റീന ആരാധകൻ തന്നെയാണ്, അതിനൊരു മാറ്റവുമില്ല. ഓർമ്മ വെച്ച കാലം മുതൽ ഫുട്ബോൾ കാണാൻ തുടങ്ങി അന്ന് മുതൽ അർജന്റീനയുടെ ആരാധകൻ മാത്രമാണ്. അതുകൊണ്ട് ഇത്തവണ അല്ലെങ്കിൽ ഇന്നത്തെ രാത്രി അർജന്റീനയ്ക്ക് ജയം ഉറപ്പാണെന്നുള്ള കാര്യം നേരത്തെ തന്നെ ഞാൻ മനസ്സിലുറപ്പിച്ച കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അതിനൊരു സംശയവുമില്ല. ലോക ഇതിഹാസം മെസ്സി ഫുട്ബോൾ ലോകകപ്പുമായി മടങ്ങി വരും. മെസ്സിപ്പട അവിടെ പുതിയ തുറയിൽ ഇളകി മറയുകയാണ്, വലിയ ആവേശത്തിലാണ്. ലോകം മുഴുവൻ ഇന്ന് ന്യൂയോർക്കിലെ മെഡ്ലൈറ്റ് സ്റ്റേഡിയത്തിലേക്കുള്ള ആ കാഴ്ചയിലേക്ക് ലോകത്തിൻ്റെ മുഴുവൻ കണ്ണുകളും സ്റ്റേഡിയത്തിലേക്ക് തന്നെ ഇന്ന് രാത്രി 12:30 എത്തും. ആ 1.5 മണിക്കൂർ ലോകത്തിൻ്റെ എല്ലാ കണ്ണുകളും ന്യൂയോർക്കിലായിരിക്കും.